അപ്പോൾ നമുക്കിന്നൊരു ഷാർ നെയ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഫ്രഷ് മീനാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിത് നല്ല ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിതിന്നൊരു 3 പീസ് മാത്രം മുറിച്ചെടുത്തു. നമുക്കതിലേക്ക് ഒരു മാരിനേഷൻ തയ്യാറാക്കണം. ആദ്യം നമ്മൾ മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കണം. അതൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഓവർ മസാലയൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായി അതിനകത്ത് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എത്രയും നേരം വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഞാനൊരു അരമണിക്കൂറാണ് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ അത്രയും നേരം വെക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഭയങ്കര ധൃതിയുള്ളവർ ഇനിയിപ്പോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെക്കുമ്പോഴാണ് ഉപ്പൊക്കെ അതിനകത്തോട്ട് നന്നായി പിടിക്കുള്ളൂ. നമുക്ക് മസാലയ്ക്കുള്ള സാധനങ്ങൾ നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, പുളി, ഇത്രയും വേണം. ഇനി നമുക്ക് പണി തുടങ്ങാം. പാൻ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നമുക്ക് ഏതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ. പക്ഷേ വെളിച്ചെണ്ണയാണ് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് മീനിനൊക്കെ. ഈ വെളിച്ചെണ്ണയിൽ നെയ്മീൻ പൊരിക്കുമ്പോൾ ഒരു മണം വരും. അത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് പൊരിച്ച് വെച്ചാൽ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് എടുത്തെടുത്ത് കഴിക്കുമല്ലോ. മാക്സിമം ട്രൈ ചെയ്യാം. ഒട്ടും കരിഞ്ഞു പോവാതെ മറിച്ചിട്ട് നമ്മൾ 2 ഭാഗവും നന്നായി മുരിയിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കാം. ഇപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഞാനത് കോരി മാറ്റുകയാണ്, വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് എടുത്തത്. ചതച്ചെടുക്കുക, അരിയോ ചെയ്യാം. പിന്നെ ഉള്ളി പറ്റുവാണെങ്കിൽ നല്ല നൈസായിട്ട് അരിയുക. ഞാൻ കുറച്ച് വലിപ്പം കൂടിപ്പോയി എനിക്ക് അരിഞ്ഞത്. അപ്പോൾ നമുക്കിതിൽ ഇതിൽ ഓൾറെഡി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇടാം. ഒരു 1/2 സ്പൂൺ ഉലുവ ഉണ്ടാവുള്ളൂ. ഉലുവ കൂടി പോകരുത് കേട്ടോ, കഴിക്കും. നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു സവോളയില്ലേ, അത് കുറച്ചും കൂടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ നെയ്മീൻ പൊരിച്ച എണ്ണയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്തോണേ. എന്നിട്ട് കുരുമുളക് പൊടി ഞാനൊരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ, എരിവിൻ്റെ അനുസരിച്ചിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ്. അത് സ്പൂൺ ചേർത്ത് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തോണേ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയേ ഉണ്ടാവുന്നുള്ളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയത്, ഒരു തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ നമുക്കതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീൻ പൊടിയാതെ നമ്മൾ സൂക്ഷിച്ച് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു സാധനം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്, പുളിവെള്ളം ഞാൻ പുളിവെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിലൻ നെയ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ഗ്ലാസ് പുളിവെള്ളമാണ്. 1/2 ഗ്ലാസ് കേട്ടോ. അത് അരിച്ചൊക്കെ എടുക്കുക, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. 5 മിനിറ്റ് മൂടി വെച്ചാൽ നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഞാനായിട്ടൊന്നും പറയണ്ടല്ലോ, മേളിൽ രാജാവാണല്ലേ നെയ്മീൻ. അപ്പോൾ അതിൻ്റെ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ഇനിയിപ്പോൾ പറയണ്ടല്ലോ. ഞങ്ങളിവിടെ പൊറോട്ട ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ പൊറോട്ട, നല്ല ചൂടായിട്ടുള്ള പൊറോട്ടയും നമ്മുടെ നെയ്മീൻ റോസ്റ്റും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്താ പറയുക, ഈ രണ്ടും കൂടിയിട്ട് കഴിക്കുമ്പോഴൊരു ഫീല് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഇതേപോലെ നല്ല കിഡിലൻ റെസിപ്പീസായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.